ഹലോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വൈമാളിലാണ് കേട്ടോ. തൃപ്രയാറ് വൈമാളിലാണ്. ഇവിടെ ഈദിൻ്റെ ഭാഗമായിട്ട് ഒരു മെഹന്തി ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ ഇതുവരെ അങ്ങനെ മെഹന്തി കോമ്പറ്റീഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഫസ്റ്റ് കിട്ടോ സെക്കൻഡ് കിട്ടോ തേർഡ് കിട്ടോ എന്നുള്ളതല്ല, ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യേണ്ട ടൈമാണ്. സമയം നിങ്ങളോടൊപ്പമായിരുന്ന ഈ ഒരു മത്സരത്തിൻ്റെ വിധി ഇവിടെ മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ അവർ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടഫായിട്ട് ഞാനൊരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യണത്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. കുറേ സമയം നോക്കി ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ പെർഫെക്ഷനും നീറ്റ്നെസ്സൊക്കെ നോക്കിയിട്ടാണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാം സ്ഥാനത്തിൽ നിന്ന് പ്രൈസ് വിന്നർ 1500 രൂപയുടെ ക്യാഷ് പ്രൈസ് സഹന അവർക്ക് സമർപ്പിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ചെസ് നമ്പർ 54. ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഒന്നാം സമ്മാനം ആർക്കാണെന്ന് അറിയാം. ജഡ്ജ് ഒരല്പസമയം മുന്നേ എന്നെ സൂചിപ്പിച്ചു, ചെറിയ മാർക്കുകളുടെ പോയിന്റുകൾ വ്യത്യാസത്തിൽ മാത്രമാണ് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മാറിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വർഷത്തെ പെരുന്നാൾ മെഹന്തി കോൺടെസ്റ്റിന്റെ ഒന്നാം സമ്മാന വിജയി ചെസ് നമ്പർ 6. അത്ഭുതത്തോടെ എഴുന്നേറ്റ വേദിയിലേക്ക് വരികയാണ്. എവിടെ ചെസ് നമ്പർ 6നെ മൊഞ്ചത്തിയാക്കിയ ആ ഒരു ഡിസൈനർ എവിടെ? ഡിസൈനറിനും സന്തോഷം അടക്കാൻ കഴിയുന്നില്ല, വഴക്ക് പൊത്തി വരുന്നു. യെസ്, സോ ചെസ് നമ്പർ 6 for the first prize 5000 rupees. 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ഇരുവരും കൂടി കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയവരെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ അല്ലെങ്കിൽ അറബിക്കായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസ്റ്റ് വരെ ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് സമാധാനത്തിൽ അങ്ങനെ ചെയ്തു വന്നതാണ്. പിന്നെ അങ്ങോട്ട് ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്തു വെച്ചതാണ് കേട്ടോ പാമിലുള്ള ആ ഒരു ഡിസൈന്. അതത്രയൊക്കെ അങ്ങോട്ട് പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നീറ്റും ആയിട്ടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫുൾ കൈ ഒന്ന് കവർ ചെയ്ത് വെക്കണം, കംപ്ലീറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബായ്.